പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഒരു കാരണമുണ്ട്. അതുപോലെ പണം ചെലവഴിക്കാനും ചെലവാക്കുന്നതിനൊരു മനഃശാസ്ത്രമുണ്ട്. നമസ്കാരം. 2024 സാമ്പത്തിക ജാതക പ്രവചനം നടത്തിയാൽ ഈ വർഷം ലിപ്സ്റ്റിക് ഇഫക്റ്റിന്റേതാണ്. പേര് സ്വല്പം വിദേശിയാണ്. സ്വാഗതം ഈ വർഷത്തെ ചെലവഴിക്കലിന്റെ മനഃശാസ്ത്രത്തിലേക്ക്. എന്താണ് ചെലവഴിക്കലിന്റെ മനഃശാസ്ത്രം അഥവാ സ്പെൻഡിംഗ് സൈക്കോളജി? ഉപഭോക്താക്കളെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങാനുള്ള തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത് എന്തോ അതാണ് ചെലവഴിക്കലിന്റെ മനഃശാസ്ത്രം. എന്ത് വാങ്ങണം, ആരിൽ നിന്ന് വാങ്ങണം, എപ്പോൾ വാങ്ങണം എന്നീ കാര്യങ്ങളിൽ ഓരോ ഉപഭോക്താവിനും സ്വന്തമായ തീരുമാനങ്ങൾ ഉണ്ടാകും. അതാണ് അയാളുടെ സ്പെൻഡിംഗ് സൈക്കോളജി. നമ്മുടെ തീരുമാനങ്ങളെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും? വില, ഫാഷൻ, ഉപയോഗം, വൈവിധ്യം, ട്രെൻഡുകൾ, ഇങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടല്ലേ? അതിനൊക്കെ ഉപരി നമ്മൾ വളർന്നു വന്ന രീതികൾ, സമൂഹം നമ്മളിൽ ഉണ്ടാക്കിയ സ്വാധീനം, കാലാവസ്ഥ, സംസ്കാരം, ഇവയൊക്കെ ഓരോരുത്തരുടെയും ചെലവാക്കലിന്റെ മനഃശാസ്ത്രത്തിൽ നിർണായകമാകുന്നുണ്ട്. ഉദാഹരണമായി, ഒരു രാജ്യത്ത് ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് മറ്റൊരു രാജ്യത്ത് ഉപയോഗം പോലും ഉണ്ടാവില്ല. നല്ല തണുപ്പുള്ള രാജ്യങ്ങളിലെ വസ്ത്രങ്ങൾ, മറ്റു വസ്തുക്കൾ എന്നിവ ഇന്ത്യ പോലൊരു ഉഷ്ണമേഖലാ രാജ്യത്ത് വാങ്ങൽ പട്ടികയിൽ ഉണ്ടാവില്ല. പിന്നെ പുതിയ ഫാഷനും ട്രെൻഡും ഒക്കെ വരുമ്പോൾ മേൽപ്പറഞ്ഞ സാമൂഹിക ഘടകങ്ങൾ നമ്മുടെ തീരുമാനത്തെ ബാധിക്കില്ലേ? പുതിയൊരു വസ്ത്രം വിപണിയിൽ വന്നാൽ അയ്യോ ഞാൻ ഇതിട്ടാൽ എന്താവും, അച്ഛനും അമ്മയും എന്തു പറയും, ഇങ്ങനെയൊക്കെ ആലോചിച്ച് വാങ്ങുകയോ വേണ്ടെന്ന് വെക്കുകയോ ചെയ്യില്ലേ? ഈ മാനസിക ഘടകങ്ങളാണ് ചെലവഴിക്കലിന്റെ മനഃശാസ്ത്രം രൂപപ്പെടുത്തുന്നത്. ഉപഭോക്തൃ മനോഭാവത്തിന്റെ പ്രാധാന്യമെന്ത്? ഉപഭോക്തൃ മനോഭാവത്തെക്കുറിച്ചുള്ള അറിവാണ് ബിസിനസ്സുകളെ ഉപഭോക്തൃ പെരുമാറ്റത്തെക്കുറിച്ചും ട്രെൻഡുകളെക്കുറിച്ചും പ്രവചിക്കാൻ സഹായിക്കുന്നത്. വില തീരുമാനിക്കുന്നതും എത്ര വിൽക്കണമെന്ന് തീരുമാനിക്കുന്നതും ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതുമൊക്കെ ഉപഭോക്തൃ മനോഭാവം ആശ്രയിച്ചാണ്. എന്താണ് ലിപ്സ്റ്റിക് പ്രഭാവം? സാമ്പത്തിക മാന്ദ്യകാലത്ത് കുഞ്ഞു കുഞ്ഞു ആഡംബരങ്ങൾ നമുക്കായി അനുവദിക്കാറുണ്ട്. കയ്യിൽ കാശ് കുറയുമ്പോഴും കൊതിയുള്ള എന്തെങ്കിലും കാര്യത്തിന് നാം പണം ചെലവഴിക്കാറില്ലേ? അതിന് സാമ്പത്തിക ശാസ്ത്രത്തിൽ നൽകിയിരിക്കുന്ന പേരാണ് ലിപ്സ്റ്റിക് ഇഫക്റ്റ്. ശരിക്കും അടുത്തിരിക്കുമ്പോൾ നമ്മളെ തന്നെ ചില്ലാക്കാൻ നാം ശ്രമിക്കാറില്ലേ? അതുതന്നെ. ഇതിൽ ഓരോരുത്തരുടെയും താല്പര്യമനുസരിച്ച് ലിപ്സ്റ്റിക് പോലെയുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പുറത്തുനിന്നൊരു കോഫി, സിനിമ കാണൽ, ചെറിയൊരു ഔട്ടിങ്, ഇവയിലൂടെയൊക്കെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലേക്ക് നാം പോകാറുണ്ട്. ഇത്തരത്തിൽ കൂടുതൽ പേരും ചെലവാക്കുന്നത് ആഡംബര സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കായാണ്. ഇതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ലിപ്സ്റ്റിക് ആണത്രേ. പഞ്ഞകാലത്ത് വില കൂടിയ ആഡംബര വസ്തുക്കൾ ആൾക്കാർ ഒഴിവാക്കുകയും ലിപ്സ്റ്റിക് പോലെയുള്ള വില കുറഞ്ഞ ആഡംബരങ്ങളിലേക്ക് തിരിയുകയും ചെയ്യുന്നുവെന്നാണ് ഈ തിയറി പറയുന്നത്. വീട്, കാർ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവ ഒഴിവാക്കിയാലും ആളുകൾ ചെറിയ ആഡംബരങ്ങൾക്ക് പണം ചെലവാക്കുന്നു. ലിപ്സ്റ്റിക് ഇഫക്റ്റ് എന്ന പേരിന് പിന്നിലെന്ത്? അമേരിക്കൻ കോസ്മെറ്റിക് കമ്പനിയായ ദ എസ്റ്റീ ലോഡർ കമ്പനികളുടെ ചെയർമാൻ എമിരറ്റസ് ലിയനാർഡ് ലോഡർ ആണ് ലിപ്സ്റ്റിക് ഇഫക്റ്റ് ആദ്യമായി സാമ്പത്തിക ശാസ്ത്രജ്ഞരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. 2001 മാന്ദ്യകാലത്ത് തന്റെ കമ്പനിയുടെ ലിപ്സ്റ്റിക്കുകളുടെ വിൽപ്പനയിൽ കുത്തനെ ഉയർച്ച ഉണ്ടായതായാണ് ലിയനാർഡ് ലോഡർ പറഞ്ഞത്. തുടർന്നാണ് ഇത്തരത്തിലൊരു പഠനം നടന്നത്. 2001 മാന്ദ്യകാലത്തെ ഫെരാറി കാറുകൾ വിറ്റഴിയാതെ കിടന്നു. ഗുച്ചി സ്റ്റോറുകൾ അടഞ്ഞുകിടന്നു. ലൂയി വിറ്റൺ ബാഗുകൾ വിൽക്കാച്ചരക്കായി കെട്ടിക്കിടന്നു. ആഡംബര കമ്പനികളെല്ലാം ചരക്ക് വിറ്റഴിക്കാനാകാതെ വലിയ നഷ്ടവും കൂട്ട പിരിച്ചുവിടലും നേരിട്ടു. എന്നാൽ ലിപ്സ്റ്റിക്ക് മാന്ദ്യകാലത്തിന് മുൻപുള്ളതിലേറെ വിറ്റഴിക്കപ്പെട്ടു. അങ്ങനെയാണ് ഇതിന് ലിപ്സ്റ്റിക് പ്രഭാവമെന്ന് പേര് വന്നത്. എന്തുകൊണ്ട് ലിപ്സ്റ്റിക്ക്? അതിനും ഒരു മനഃശാസ്ത്രമുണ്ടത്രേ. മൊത്തം മടുപ്പിലിരിക്കുമ്പോൾ ആത്മവിശ്വാസം കൂട്ടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നതിന് മനുഷ്യൻ പ്രാധാന്യം നൽകും. അമേരിക്കൻ സാഹചര്യത്തിൽ ലുക്ക് മെച്ചപ്പെടുത്താൻ സ്ത്രീകൾ ഏറ്റവും അധികം ആശ്രയിക്കുന്നത് ലിപ്സ്റ്റിക്കുകളെയാണ്. എല്ലാ സ്ത്രീകളുടെയും ബാഗിൽ ഒരു ലിപ്സ്റ്റിക്ക് കാണും. ഇന്ത്യൻ സാഹചര്യത്തിൽ ഇത് സൗന്ദര്യവർദ്ധനയ്ക്കുള്ള മറ്റു വസ്തുക്കളോ മറ്റു ചെറിയ ആഡംബരങ്ങളോ ആകാം. മുൻപ് പറഞ്ഞതുപോലെ സിനിമയടക്കമുള്ള കാര്യങ്ങളാകാം. മുണ്ടു മുറുക്കി ഉടുക്കുമ്പോൾ വലിയ ആഡംബരങ്ങൾക്ക് കൊതിച്ചിട്ട് കാര്യമില്ലല്ലോ. കണക്കുകൾ ലിപ്സ്റ്റിക് ഇഫക്റ്റിനെ സാധൂകരിക്കുന്നുണ്ടോ? ലിപ്സ്റ്റിക്കുകളുടെ വിൽപ്പനയും സാമ്പത്തിക വളർച്ച അഥവാ GDPയും തമ്മിൽ വിപരീത അനുപാതമാണെന്ന് കണക്കുകളും കാണിക്കുന്നുണ്ട്. 2001 2008 സാമ്പത്തിക പ്രതിസന്ധിയിൽ മിക്ക ഫാക്ടറികളും അടഞ്ഞുകിടന്നപ്പോൾ ലാഭം വർദ്ധിച്ചതായി റിപ്പോർട്ട് ചെയ്തത് കോസ്മെറ്റിക് അഥവാ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിൽക്കുന്ന ഫാക്ടറികൾ മാത്രമായിരുന്നു. ലോറിയലിന് ആ വർഷമുണ്ടായത് 5.3% വിൽപ്പന വർധന. പോരാത്തതിന് ഒരു ജീവനക്കാരനെ പോലും പിരിച്ചുവിട്ടിട്ടുമില്ല.
ഇതിനൊക്കെ കൃത്യമായ കണക്കുമുണ്ട്. ലിയനാർഡ് ലോഡർ ആദ്യമായി നിർദ്ദേശിച്ച സിദ്ധാന്തം യുദ്ധാനന്തര വിഷാദത്തിന്റെ കാലം മുതൽ ബിസിനസ് അനലിസ്റ്റുകൾ, തന്ത്രജ്ഞർ, കൺസൾട്ടന്റുമാർ, നിക്ഷേപകർ, പരസ്യ ഡിസൈനർമാർ എന്നിവർക്കിടയിൽ പ്രചാരത്തിലുണ്ട്. ഇനി പുരുഷന്മാരാകട്ടെ ബിയർ അടക്കമുള്ള കാര്യങ്ങൾക്ക് പഞ്ഞകാലത്ത് കാശ് ചെലവാക്കാറുണ്ടെന്നാണ് ഈ തിയറി പറയുന്നത്. 1920കളിലെ ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന സാമ്പത്തിക പ്രതിസന്ധി കാലത്തും ഈ കണക്കുകൾ ശരിയെന്ന് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. ടിക്ടോക്കിലെ ട്രീറ്റ് യുവർ സെൽഫ് ട്രെൻഡ് ഒക്കെ ഓർമ്മയില്ലേ? ഇതിൽ പെടാതെ നിന്ന രാജ്യമാണത്രേ ജപ്പാൻ. ഇന്ത്യക്കാരും ഈ ഇഫക്റ്റിൽ സൂപ്പർ എക്സൈറ്റഡ് ആയിട്ടില്ലെന്ന് കണക്കുകൾ പറയുന്നു. അമേരിക്ക, സ്വീഡൻ, കാനഡ ഒക്കെ ലിപ്സ്റ്റിക് ഇഫക്റ്റ് കൂടുതലുണ്ടായിരുന്ന രാജ്യങ്ങളാണ്. ഇതൊരു തട്ടിപ്പ് സിദ്ധാന്തമാണോ? കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ അല്ല എന്നാണ് ഉത്തരം. കോവിഡ് കാലത്ത് അമേരിക്കയിൽ നെയിൽ പോളിഷ് വിൽപ്പനയിൽ രേഖപ്പെടുത്തിയത് 24% വർധനയാണ്. മസ്കാര, ഐലൈനർ തുടങ്ങിയവയുടെ വിൽപ്പനയിലുണ്ടായത് 150% വർധന. ഇത്തവണ ലിപ്സ്റ്റിക്കിന് ഒരു ഇടിവ് പറ്റി. എന്താണെന്ന് ഊഹിക്കാമോ? അന്ന് നമ്മളൊക്കെ പുറത്തിറങ്ങിയത് മാസ്ക് വെച്ചല്ലേ. അപ്പോൾ പുറത്തു കാണുന്നത് കണ്ണുകൾ മാത്രമാണ്, പിന്നെ നഖങ്ങളും. വിറ്റാമിനുകൾ, കൊളാജൻ സപ്ലിമെന്റുകൾ, ആന്റി ഏജിംഗ് സൗന്ദര്യ വസ്തുക്കൾ എന്നിവയ്ക്കൊക്കെ മാന്ദ്യകാലത്തും ഡിമാൻഡ് കൂടുതലാണത്രേ. ചരിത്രം ആവർത്തിക്കുമോ? 2024 എന്തൊക്കെയാവും ലിപ്സ്റ്റിക് ഇഫക്റ്റിന് കാരണമാവുക? 2024 ഷോപ്പഹോളിക്കുകൾ മുണ്ടുമുറുക്കുന്ന വർഷമാകുമെന്നാണ് പ്രവചനം. അതിന് കാരണമാകുന്നതോ വായ്പാ ചെലവ് കൂടുന്നത്, കമ്പനികളിലെ പിരിച്ചുവിടലുകൾ, സാമ്പത്തിക അനിശ്ചിതാവസ്ഥ, പല രാജ്യങ്ങളിലെയും രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ, തുടരുന്ന യുദ്ധങ്ങൾ ഉണ്ടാക്കുന്ന പ്രതിസന്ധി, വിലക്കയറ്റം, സെലിബ്രിറ്റി ബ്രാൻഡിംഗ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളുടെ ആധിക്യം, ക്രെഡിറ്റ് കാർഡ് പർച്ചേസുകൾ വ്യാപകമായത് എന്നിവയാണ്. സോഷ്യൽ മീഡിയ റീലുകളിൽ പ്രിയപ്പെട്ട സെലിബ്രിറ്റികൾ പറയുന്ന വസ്തുക്കൾ വേണ്ടെങ്കിൽ പോലും നമ്മൾ വാങ്ങാറില്ലേ? 2024 എന്തൊക്കെയാകും ലിപ്സ്റ്റിക്കിന് പുറമേ വരുന്ന ആഡംബരങ്ങൾ? കോഫി ഔട്ട്, ചോക്ലേറ്റ്സ്, പെർഫ്യൂംസ്, ഫ്ലവേഴ്സ്, പേസ്ട്രീസ്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ തുടങ്ങിയവ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്ന മാനസിക വിഷമത്തിനുള്ള റീറ്റെയിൽ തെറാപ്പിയാകുമെന്നാണ് പ്രവചനം. ഒന്ന് ഓർത്തു നോക്കൂ, ചത്താലും ചമഞ്ഞു കിടക്കണമെന്ന് പറയുന്നത് പോലെ പഞ്ഞമായാലും കുറച്ച് ആഡംബരം കാണിക്കുന്നത് ഈ വർഷവും തുടരുമെന്നാണ് സാമ്പത്തിക ശാസ്ത്രജ്ഞരുടെ പ്രവചനം. അതിനൊപ്പിച്ച് ഇനിയും എല്ലാവർക്കും താങ്ങാനാകുന്ന സന്തോഷം അഥവാ അഫോർഡബിൾ ജോയ് വിഭാഗത്തിൽ നിരവധി വസ്തുക്കൾ ഉപഭോക്താക്കളെ തേടിയെത്തുമത്രേ.